നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരും ചർച്ച അവസാനിച്ചു തുടങ്ങിയ ഒരു വിഷയമുണ്ട്. അതാണ് നമ്മുടെ വയനാട്. ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു മാസം പിന്നിട്ടു. എന്നാൽ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഇതുവരെയും മാറിയിട്ടില്ല. പ്രകൃതി ദുരന്തത്തിൽ വലഞ്ഞവർ ഇന്ന് എവിടെയാണ്, എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ജീവിതം, ഇത് തുടങ്ങി ഒരു കാര്യം ഇപ്പോൾ ചർച്ചയല്ല. ഒരു കൂര പോലും ഇല്ലാതെ വലയുകയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികൾ. ഒന്നിലധികം ക്യാമ്പുകളിലാണ് ദുരന്തബാധിതർ കഴിഞ്ഞിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ മുൻനിർത്തി ക്യാമ്പുകൾ ഒഴിപ്പിക്കണം. അതിൽ ചെറിയ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് 6000 രൂപ വാടകയിൽ വാടക വീടുകൾ ലഭിച്ചു. എന്നാൽ കൂടുതൽ അംഗങ്ങൾ ഉള്ളവർ വാടക വീടുകൾ ലഭിക്കാതെ ഇപ്പോഴും പെരുവഴിയിലാണ്. എങ്ങോട്ട് പോകണം, എങ്ങനെ തുടർന്ന് ജീവിക്കണമെന്ന് വ്യക്തമല്ലാതെ. ഇത്തരക്കാർ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരല്ല, സാധാരണ തൊഴിലാളികളാണ്. ദിവസം ലഭിക്കുന്ന കൂലിക്ക് വലിയ വാടക നൽകി താമസിക്കാൻ സാധ്യമല്ല. മുണ്ടക്കൈ പ്രദേശം ഇനി വാസയോഗ്യമല്ല. 2 തവണയാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശം സുരക്ഷിതമല്ല. ഒരു പ്രദേശം കണ്ടെത്തി എല്ലാവർക്കും വീട് വെച്ച് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല, ഓരോരുത്തരുടെയും ജീവിതോപാധി കൂടിയാണ് അവിടെ നഷ്ടമായത്. അതിനാൽ തന്നെ അതിനുള്ള ഒരു സാഹചര്യം കൂടി സർക്കാർ കൈക്കൊള്ളണം എന്നാണ് ഇവരുടെ ആവശ്യം. നിലവിൽ ചെറിയ കുടുംബങ്ങൾക്ക് മാത്രമാണ് 6000 രൂപ വാടകയിൽ കഴിയാൻ സാധ്യമാവുകയുള്ളൂ. എന്നാൽ വലിയ കുടുംബങ്ങൾ, അതായത് കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബങ്ങൾക്ക് 10000 രൂപയേക്കാൾ അധികമാണ് വാടക പറയുന്നത്. ചെറിയ തുക പോലും കയ്യിലില്ലാത്തവർ ഇത്ര വലിയ വാടകയിൽ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിലവിൽ നിരവധി പേരാണ് വയനാടിനായി ധനസഹായവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും സഹായങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്നാണ് പൊതു അഭിപ്രായം. നിലവിൽ 300 രൂപ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പോലും ഇത് പര്യാപ്തമല്ല. കൂടുതൽ തുകയോ മറ്റോ നൽകിയെങ്കിൽ മാത്രമേ ഒരു സുഗമമായ ജീവിതം സാധ്യമാവുകയുള്ളൂ. നിലവിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ പണം ലഭിച്ചിട്ടുണ്ട്. ഇന്നും സഹായങ്ങൾ നിലയ്ക്കാതെ വയനാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. കേരളത്തിന് അകത്തുനിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സഹായങ്ങൾ എത്തുന്നുണ്ട്. കോടികളാണ് മറ്റു സർക്കാരുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ടും വളരെ തുച്ഛം തുക മാത്രം നൽകി തൃപ്തിപ്പെടുത്തുന്നത് ശരിയല്ല. മാത്രമല്ല, ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. എന്നിട്ടും ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകേണ്ട ഒരു നടപടിയും സർക്കാർ ആരംഭിച്ചിട്ടില്ല. ഇനിയും എത്ര നാൾ വാടക വീടുകളിൽ കഴിയേണ്ടി വരുമെന്ന വേദനയിലാണ് പ്രദേശവാസികൾ. ഇവരുടെ മാനസികാവസ്ഥയും ഉപജീവനവും ഇതുവരെ നല്ല രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇതിനിടയിൽ കൂടുതൽ വാടക നൽകി ജീവിക്കാനും സാധ്യമല്ല. സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ ഇതിനെ പരിഗണിച്ചെങ്കിൽ മാത്രമേ നിലവിലെ അവസ്ഥയിൽ നിന്നും മാറാൻ കഴിയുകയുള്ളൂ. സർക്കാരിൻ്റെ മാതൃകാപരമായ നടപടികൾ വേഗത്തിൽ തന്നെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.